സംസ്ഥാനത്ത് കൊറോണ രോഗ ലക്ഷണങ്ങളോടെ പകർച്ചപ്പനി പടരുന്നു. കൊറോണയുടെ സമാന ലക്ഷണങ്ങൾ പ്രകടമായിട്ടും പരിശോധന നടത്താതെ ആരോഗ്യവകുപ്പ്. കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടും പരിശോധന നടത്താത്തത് അപകടമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് പകർച്ചപ്പനി ഉണ്ട്. പക്ഷേ ഈ പകർച്ചപ്പനിയുമായി ആശുപത്രികളിലേക്ക് എത്തുന്നവർക്ക് കൊറോണ രോഗ ലക്ഷണങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അതേ ദേവിക, സംസ്ഥാനത്ത് ഈ പകർച്ചപ്പനി കുറയാതെ തുടരുന്നുണ്ട്. ദിവസവും 10,000-ത്തിലധികം പേരാണ് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടി എത്തുന്നത്. അത് സ്വകാര്യ ആശുപത്രികളിലെ കണക്ക് കൂടി എടുക്കുമ്പോൾ അത് വീണ്ടും ഉയരും. മരണനിരക്കിലും വലിയ വർധനവാണ് നിലവിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലമായാലും ആ കാലാവസ്ഥ മാറിയാലും ആ ഒരു പകർച്ചപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വലിയ കുറവില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത് കഴിഞ്ഞ ഒരു 2-3-4 ആഴ്ചയായി ഡോക്ടർമാർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും അടക്കം ചികിത്സ തേടിയെത്തുന്ന രോഗികളിൽ കോവിഡിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. അതായത് കടുത്ത ത്രോട്ട് ഇൻഫെക്ഷൻ ആണ് കൂടുതലായിട്ടും ഈ രോഗികളിൽ പ്രകടമാകുന്നത്. അതോടൊപ്പം തന്നെ രുചിയും മണവും ഒന്നും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, തലവേദന തുടങ്ങി ഈ ലക്ഷണങ്ങൾ തന്നെയാണ് കോവിഡിനും ഉണ്ടായിരുന്നത്. അതിന് സമാനമായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് നിലവിൽ എല്ലാ രോഗികളിലും ഒരുപോലെ തന്നെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കൂടുതലും ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഏതാണ്ട് 6,000-ത്തോളം പേരാണ് ഈ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയെത്തിയത്. ആരോഗ്യ വകുപ്പിന്റെ കണക്കാണ്. അപ്പോൾ ഈ അവിടെയുള്ള സർക്കാർ ഡോക്ടർമാർ തന്നെയാണ് വ്യക്തമാക്കുന്നത് ഈ രോഗലക്ഷണങ്ങളിൽ വലിയ രീതിയിലൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. ചിലർക്ക് ഒരു ഘട്ടത്തിൽ ശരീരത്ത് അലർജി പോലുള്ള ലക്ഷണങ്ങളോടുകൂടിയായിരുന്നു ഈ പനി വന്നിരുന്നത്. അതും ഒരു ഇടവേളയ്ക്ക് ശേഷം പനി ബാധിച്ചവരിൽ വീണ്ടും അതേ ആൾക്ക് തന്നെ പനി വരുന്ന ലക്ഷണങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് മാറിയാണ് ഈ കോവിഡിന്റെ സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഈ വാക്സിനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ പോലും ഇതേ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഒരുപാട് പേരിൽ ഒരേ സമയം ഒരു പ്രത്യേക സമയത്ത് രേഖപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ പരിശോധന നിർബന്ധമായും നടത്തണം എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷെ ആ പരിശോധന നിലവിൽ നടത്താനുള്ള ഒരു നിർദ്ദേശവും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആരോഗ്യ വിദഗ്ധരൊക്കെ തന്നെ ഈ സാഹചര്യം വളരെ അപകടകരമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ മരണനിരക്കിലും പനി ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിലും ചെറിയൊരു വർധനവ് നിലവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന കർശനമായി നടത്തണം. അതോടൊപ്പം തന്നെ മറ്റ് രോഗലക്ഷണങ്ങളുമായി എത്തുന്ന പരിബാധിതരിൽ ബ്ലഡ് സാമ്പിൾ എടുത്ത് പരിശോധന കൃത്യമായി നടത്തണം എന്നുള്ളതും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദേവിക, ശരി. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്നത്. മരണസംഖ്യ ഏറ്റവും കൂടുതൽ കേരളത്തിലായിരുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം. ആരോഗ്യവകുപ്പ് ഇതൊക്കെ കോവിഡ് വന്നു പോകും എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തികൻ.